ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റി ഹബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ് സുഖിയൻ. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അതിലേക്ക് വേണ്ടത് ചെറുപയറാണ്. പച്ചപ്പയർ നമ്മളത് കഴുകി വാരി ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഒരുണ്ട ശർക്കര വെള്ളത്തിലിട്ട് ഉരുക്കി ലായനിയാക്കി എടുക്കുക. അടുത്തത് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചത്, ആവശ്യത്തിന് ജീരകം, സാദാ ജീരകമാണ്, മഞ്ഞൾപ്പൊടി, ഏലക്ക. ഇത്രയും സാധനമാണ് നമുക്ക് സുഖിയനായിട്ട് ആവശ്യം. ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് ഒത്തിരി കരിഞ്ഞു പോകരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഒരു ചെറിയ ഗോൾഡൻ കളർ വരുന്നിടം വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത്ര ആവശ്യം മതി. നമുക്കിതിനിത് മാറ്റി വെക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറ് കൈകൊണ്ട് നല്ലതുപോലെ ഞെരിയെടുക്കുക. ഇതെൻ്റെ സൗകര്യത്തിനാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിന് 2-3 സ്പൂൺ ജീരകം ഇടുക. അതും ഈ പയറുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടുക. ഇതും നല്ലതുപോലെ അതുമായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ഒഴിക്കാം. ഒത്തിരി ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ. അത്യാവശ്യം ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ വേണം പയറും ശർക്കരപ്പാനിയും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ഈ പയറും ശർക്കരപ്പാനിയും നമുക്ക് ചീനച്ചട്ടിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള മാവ് ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 3 വലിയ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ജീരകം ഇടുക, പഞ്ചസാര ഇടുക, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇടുക. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി നമ്മളിടുന്ന കളർ കിട്ടാൻ വേണ്ടിയാണ്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ മാവ് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. പയറും ശർക്കരയും കുറുക്കിയെടുത്തത് നിങ്ങൾക്ക് ആവശ്യമായ വലുപ്പത്തിൽ ഉണ്ട രൂപത്തിലാക്കിയെടുക്കുക. ഉരുട്ടിയെടുത്തിരിക്കുന്ന ഉണ്ടകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മാവിലേക്ക് മുക്കിയിടുക. അതിൻ്റെ എല്ലാ ഭാഗത്തും മാവ് പറ്റിയതിനു ശേഷം അത് തിളച്ച എണ്ണയിലേക്ക് നമുക്കിടാം. സുഖിയന്റെ എല്ലാ ഭാഗവും നല്ലപോലെ വേകുന്നിടം വരെ ഇതിങ്ങനെ മറിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം. നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.